ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. രോഗം വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുകയാണ്. ശ്വാസതടസ്സം ഉള്ളതിനാൽ ഓക്സിജൻ നൽകുന്നത് തുടരുകയാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചിരുന്നു. റോമിലെ ഗമില്ലി ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സന്ദേശങ്ങൾ അയച്ചവർക്കും മാർപ്പാപ്പ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ഫെബ്രുവരി 14 പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ അവസ്ഥയിൽ ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്ന ചർച്ചയാണ് പുറത്തുവരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി പട്ടികയിലുള്ളത് 10 കർദിനാളുമാരാണ്. 2013 ഫെബ്രുവരി 28 രാജിവെച്ച ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് പദവി ഏറ്റെടുത്തത്. ആഗോള ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരമാധികാരിയായി 2013 മാർച്ച് 13 ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ തെരഞ്ഞെടുക്കപ്പെട്ടത്. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിലാണ് പോപ്പിൻ്റെ ജനനം. ജനപ്രീതിയുടെ കാര്യത്തിൽ ഇതുവരെയുള്ള ഒരു പോപ്പിന് ലഭിക്കാത്ത പിന്തുണയാണ് അർജന്റീന സ്വദേശിയായ പോപ്പ് ഫ്രാൻസിസിന് ലഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി നിരവധി കർദിനാൾമാരുടെ പേരുകൾ ഉയർന്നു കേൾക്കുമ്പോഴും കൂടുതൽ സാധ്യത 10 കർദിനാളുമാർക്കാണ്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. കർദിനാൾ പിയട്രോ പരോളിൻ്റെ പേരാണ് ഒന്നാമതായി ഉയർന്നു കേൾക്കുന്നത്. ഇറ്റലിയിൽ നിന്നുള്ള കർദിനാൾ പിയട്രോ പരോളിനെ അടുത്ത മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ഒന്നാമനാണ്. 2014 കർദിനാൾ പദവിയിലെത്തിയ 70-കാരനായ പിയട്രോ പരോളിൻ നൈജീരിയ, മെക്സിക്കോ, വെനിസ്വല എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന കർദിനാൾ നയതന്ത്ര കാര്യങ്ങളിൽ കേമനാണ്. മറ്റൊരു പേര് ഫ്രിഡോളിൻ അംബോങ്കോ ബെസുങ്കു ആണ്. 65-കാരനായ കർദിനാൾ ഫ്രിഡോളിൻ അംബോങ്കോ ബെസുലു മാർപ്പാപ്പ പദവിയിലെത്താൻ സാധ്യതയുള്ള വൈദികനാണ്. എന്നാൽ ആധുനിക ചിന്താഗതികളെ എതിർക്കുകയും പരമ്പരാഗത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ആവശ്യകത പറയുകയും ചെയ്യുന്ന കർദിനാളാണ് കോങ്കോ സ്വദേശിയായ ഫ്രിഡോളിൻ അംബോങ്കോ ബെസുഗു. മറ്റൊരു പേര് വില്യം ജേക്കബ്സ് ആണ്. ഡോക്ടർ കൂടിയായ കർദിനാൾ വില്യം ജേക്കബ്സ് നെതർലാൻഡ് സ്വദേശിയാണ്. പുനർവിവാഹം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ യാഥാസ്ഥിതിക വീക്ഷണങ്ങൾക്ക് പേരുകേട്ടയാളാണ് 71-കാരനായ കർദിനാൾ. മറ്റൊരാൾ പീറ്റർ എർദോ ആണ്. എസ്റ്റർഗോം ബുഡാപെസ്റ്റിൻ്റെ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന കർദിനാൾ പീറ്റർ എർദോ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന സഭാ നേതാവാണ്. പരമ്പരാഗത കൂദാശകളുടെ പവിത്രത നിലനിർത്തണമെന്ന് വാശി പിടിക്കുന്ന കർദിനാൾ കൂടിയാണ് 72-കാരനായ പീറ്റർ എർദോ. മറ്റൊരു പേര് ലൂയിസ് അന്റോണിയോ ഗോക്കിം ടാഗിൽ ആണ്. പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സഭയെ നയിക്കുന്ന ആദ്യത്തെ ചൈനീസ് ഫിലിപ്പിനോ വ്യക്തിയാകാം ലൂയിസ് അന്റോണിയോ ഗോക്കിം ടാഗിർ. സഭയ്ക്കുള്ളിലെ പുരോഗമന ആശയങ്ങളെ എതിർക്കുകയും പരമ്പരാഗത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സഭാ നേതാവാണ് ഫിലിപ്പീൻസിൽ നിന്നുള്ള 67-കാരനായ ലൂയിസ് അന്റോണിയോ ഗോക്കിം ടാഗിൽ. അടുത്തത് കർദിനാൾ വിം ഐക്ക് ആണ്. പുനർവിവാഹം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ യാഥാസ്ഥിതിക നിലപാട് സ്വീകരിക്കുന്ന കർദിനാൾ വിം ഐക്ക് നെതർലാൻഡ് സ്വദേശിയാണ്. പരമ്പരാഗത രീതിയിൽ മടക്കിക്കൊണ്ടുവരണമെന്ന നിലപാടാണ് 71-കാരനായ വിം ഐക്കിനുള്ളത്. മറ്റൊരു സാധ്യത പീറ്റർ എർദോ ആണ്. ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന എർദോ പരമ്പരാഗത കൂദാശകളുടെ പവിത്രത നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന കർദിനാളാണ്. 72 വയസ്സാണ് പീറ്റർ എർദോക്ക്. മറ്റൊരു പേര് കർദിനാൾ റെയ്മണ്ട് ബർക്ക് ആണ്. അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റെയ്മണ്ട് ബർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയങ്ങളെ പരസ്യമായി തള്ളിപ്പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന വൈദികനാണ്. പരമ്പരാഗത ചിന്താഗതികൾക്കാണ് 76-കാരനായ റെയ്മണ്ട് ബർക്ക് മുൻതൂക്കം നൽകുന്നത്.